ആകാശവാണി വാർത്താ വീക്ഷണം. സ്കൂളുകളിലെ സുരക്ഷയുടെ കരുതൽ. തയ്യാറാക്കിയത് ഗീത എസ് പെരുമൺ, മാധ്യമപ്രവർത്തക. അവതരണം അമൃത വൈശാഖ്. വിദ്യാലയങ്ങൾ സമൂഹത്തിന്റെ പരിച്ഛേദങ്ങളാണ്. നാളത്തെ രാജ്യത്തിനും സമൂഹത്തിനും സുരക്ഷ ഒരുക്കേണ്ടവരെ വാർത്തെടുക്കേണ്ട മൂശകളാണ്. ഭാവി വാഗ്ദാനങ്ങളായ പൌരന്മാരെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഇടങ്ങൾ. അപകടം, ദുരന്തം, മരണം എന്നിവയെക്കുറിച്ചൊന്നും അറിയാത്ത, ചിന്തിക്കാത്ത, ആകുലപ്പെടാത്ത കൌമാരങ്ങൾ. ആമോദത്തോടെ ആടിയും പാടിയും ഓടിയും ചാടിയും തിമിർക്കുന്ന ഇടങ്ങൾ. കുഞ്ഞുങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നതും അതുറപ്പാക്കുന്നതും എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതി നൽകിയ നൈസർഗിക വാസനയാണ്. അത് കടമയുമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മുതിർന്നവരുടെ സമൂഹത്തിനും ഒഴിഞ്ഞുമാറാനാവില്ല. അവ റാഗിംഗ് ആകട്ടെ, സംഘടനകളാവട്ടെ, അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന അപകടങ്ങളാവട്ടെ, അവയെല്ലാം കുട്ടികൾക്ക് സുരക്ഷ ഒരുക്കാൻ ബാധ്യതയുള്ളവർക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത സുരക്ഷാ വീഴ്ചകളാണ്. സുരക്ഷിതമായ വിദ്യാലയം വിദ്യാർത്ഥികളിൽ സുരക്ഷയെക്കുറിച്ച് അവബോധവും പാലിക്കേണ്ട ജാഗ്രതയെക്കുറിച്ച് ജാഗരൂകതയും വളർത്തുന്നു. ഓരോ കുട്ടിക്കും സുരക്ഷിതമായ പരിസരം ഉറപ്പുവരുത്തുന്ന ഇടങ്ങളിൽ പഠിക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി പറഞ്ഞത്, വിദ്യാഭ്യാസത്തിന് തുല്യമായി തന്നെ സുരക്ഷയും പ്രധാനമാണെന്ന്. സ്കൂൾ സുരക്ഷയിൽ റോഡ് സുരക്ഷ, അഗ്നിസുരക്ഷ, പരിസ്ഥിതി സുരക്ഷ, ആരോഗ്യ സുരക്ഷ, വൈദ്യുത സുരക്ഷ എന്നിവയൊക്കെ വളരെ പ്രധാനമാണ്. അത് ഉത്തരവാദിത്വം മാത്രമല്ല, ജീവിത സംരക്ഷണവും കൂടിയാണ്. വിദ്യാർത്ഥിയുടെ ജീവനും സ്വപ്നങ്ങളും ഒരുപോലെ സംരക്ഷിക്കപ്പെടണം. ലോകത്തെ മാറ്റാൻ കഴിവുള്ള ഏറ്റവും ശക്തമായ ആയുധം വിദ്യാഭ്യാസമാണെന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായിരുന്ന നെൽസൺ മണ്ടേല പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ കുട്ടികളുടെ സുരക്ഷയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി ജൂലൈ 16 ദേശീയ സ്കൂൾ സുരക്ഷാ ദിനമായി ആചരിച്ചു വരുന്നു. ഇത് കുട്ടികൾക്ക് സുരക്ഷിതമായ പഠനാന്തരീക്ഷം ഉറപ്പാക്കാൻ സഹായിക്കുന്നു. സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവബോധം വളർത്തുന്നതിനുള്ള പരിപാടികൾ ഈ ദിവസം സംഘടിപ്പിക്കുന്നു. വിദ്യാലയങ്ങളിൽ സുരക്ഷിതത്വമുള്ള പഠനാന്തരീക്ഷം ഉറപ്പാക്കുക, അക്രമങ്ങൾ, ഭീഷണി, ലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക, അടിയന്തര സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നിവ ഈ ദിനത്തിൽ സംഘടിപ്പിക്കാവുന്നതാണ്. സുരക്ഷിതമായ സ്കൂളുകൾ ഫലപ്രദമായ പഠനത്തിന് അനിവാര്യമാണെന്ന് യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം മാത്രമല്ല, അവരുടെ സുരക്ഷയും ആരോഗ്യവുമാണ് ഒരു രാജ്യത്തിന്റെ വികസനത്തിന്റെ അടിസ്ഥാനം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന സുരക്ഷാ പാളിച്ചകൾ നാം ഈയിടെയായി വാർത്തകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. കെട്ടിടം മറിഞ്ഞ സംഭവങ്ങൾ മുതൽ ബസ് അപകടങ്ങൾ വരെ അതിന് ഉദാഹരണമാണ്. പല സ്കൂളുകളിലും കെട്ടിടങ്ങളുടെ പുരാതനാവസ്ഥ, പൊട്ടിയൊലിക്കുന്ന ഭിത്തി, മുറ്റത്തുള്ള തുറന്ന കുഴികൾ, ടെറസിലെ സുരക്ഷാ വേലിക്കെട്ടുകളുടെ അഭാവം തുടങ്ങിയവ കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്നു. സ്കൂൾ ബസിന്റെ സുരക്ഷ എടുത്താൽ ഡ്രൈവർമാരുടെ തിരക്കുപിടിച്ച ഓട്ടങ്ങൾ, ബസ്സുകളുടെ അറ്റകുറ്റപ്പണിക്കുറവ് തുടങ്ങിയവ ഒട്ടേറെ അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന മേഖല മാനസിക സുരക്ഷയാണ്. അധ്യാപകരുടെ അധിക ബുദ്ധിമുട്ടുകൾ, കുട്ടികളുടെ നേർക്കുള്ള ദേഷ്യ പ്രകടനങ്ങൾ, ബുള്ളിയിങ് എന്നീ കാര്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ നീണ്ടകാലം നീളുന്ന മുറിവുകൾ ഉണ്ടാക്കുന്നു. ഈ മുറിവുകൾ മനസ്സിലാക്കാനും ചികിത്സിക്കാനുമുള്ള കൌൺസിലിംഗ് സംവിധാനങ്ങൾ പല സ്കൂളുകളിലും നല്ല രീതിയിൽ ലഭ്യമല്ല. പ്രകൃതി ദുരന്തങ്ങളായ തീപിടുത്തം, ഭൂകമ്പം, വെള്ളപ്പൊക്കം തുടങ്ങിയവ വന്നാൽ കുട്ടികളെ എങ്ങനെ സുരക്ഷിതമായി നീക്കം ചെയ്യാമെന്നുള്ള പരിശീലനങ്ങൾ എല്ലാ വിദ്യാലയങ്ങളിലും നൽകണമെന്ന് രക്ഷിതാക്കളും വിദഗ്ധരും ആവശ്യപ്പെടുന്നു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. അതുപോലെ തന്നെ സൈബർ സുരക്ഷയും പ്രധാനമാണ്. ഓൺലൈൻ ക്ലാസുകളിൽ അനാവശ്യ ലിങ്കുകൾ, ചാറ്റുകൾ, വിദ്വേഷ പ്രചാരണം തുടങ്ങി നിരവധി വെല്ലുവിളികൾ ഉയരുന്നുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. സ്കൂളുകളുടെ IT വിഭാഗം ഈ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ കർശനമാക്കിയാൽ ഇത് പരിഹരിക്കാം. ബാലസുരക്ഷിത വിദ്യാലയ നിയമം പോലുള്ള സമഗ്ര നിയമനിർമ്മാണം നടപ്പാക്കി സുരക്ഷാപരമായ എല്ലാ ചട്ടങ്ങളും പാലിക്കുന്നുവെന്ന് സർക്കാർ പരിശോധനയിലൂടെ ഉറപ്പാക്കണമെന്നും വിദ്യാഭ്യാസ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കുട്ടികൾക്ക് പരിപൂർണമായ സുരക്ഷ ഉറപ്പാക്കുമ്പോഴാണ് അവർക്ക് ആത്മവിശ്വാസത്തോടെ പഠനത്തിലേക്ക് ഇറങ്ങാൻ കഴിയുന്നത്. അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നാണ് ഈ ഉത്തരവാദിത്വം പാലിക്കേണ്ടത്. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അധ്യാപകരും ജീവനക്കാരും കഠിനമായി പരിശ്രമിക്കുമ്പോൾ സ്കൂളിൽ കുട്ടികൾ അവശ്യ സുരക്ഷാ നിയമങ്ങൾ മനസ്സിലാക്കുകയും പിന്തുടരുകയും ചെയ്യേണ്ടതും അതുപോലെ തന്നെ പ്രധാനമാണ്. കേരളത്തിലെ സ്കൂളുകൾ അക്കാദമിക മികവിൽ മാത്രമല്ല, ഓരോ കുട്ടിക്കും സുരക്ഷിതവും പിന്തുണ നൽകുന്നതുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണമെന്നറിയുന്നത് മുതൽ നല്ല ശുചിത്വം പാലിക്കുന്നതുവരെ അപകടങ്ങൾ തടയുന്നതിനും സുരക്ഷിതവും ആദരണീയവുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുമാണ് നിയമങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ക്ലാസ് മുറിയിലായാലും കളിസ്ഥലത്തായാലും സ്കൂൾ ബസ്സിലായാലും ഈ നിയമങ്ങൾ പാലിക്കുന്നത് വിദ്യാർത്ഥികളെ ജാഗ്രതയോടെയും ഉത്തരവാദിത്തത്തോടെയും ആത്മവിശ്വാസത്തോടെയും വളരുന്നതിന് സഹായിക്കും. ക്ലാസ് മുറിക്ക് അപ്പുറത്തേക്കും സുരക്ഷയുണ്ട്. കാൽനട ക്രോസിംഗുകൾ, അതായത് സീബ്ര ലൈനുകൾ, റോഡ് ക്രോസ് ചെയ്യാൻ ഉപയോഗിക്കുക, ഗതാഗത നിയമങ്ങൾ പാലിക്കുക, സ്കൂൾ ബസ്സുകൾക്ക് സമീപം ജാഗ്രത പാലിക്കുക തുടങ്ങിയ അത്യാവശ്യ റോഡ് സുരക്ഷാ നടപടികൾ വിദ്യാർത്ഥികൾ പാലിക്കണം. ജാഗ്രത പാലിക്കുകയും നിർദ്ദേശിക്കുകയും
നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുന്നത് സ്കൂളിലും വീട്ടിലേക്കുമുള്ള വഴിയിലും സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. സ്കൂൾ ഇടനാഴിയിലോ പടിക്കെട്ടിലോ തിരക്കേറിയ സ്ഥലങ്ങളിലോ ഓടുന്നത് അപകടകരമാണ്. ഓടുന്ന ബസ്സിന് സമീപം ഓടുകയോ അശ്രദ്ധമായി റോഡ് മുറിച്ചു കടക്കുകയോ ചെയ്യുന്നത് വളരെ അപകടകരമാണ്. കൈകളും കാലുകളും സൂക്ഷിക്കുക സ്കൂൾ സുരക്ഷയുടെ ഒരു പ്രധാന ഭാഗമാണ്. വ്യക്തിപരമായ ബഹുമാനം പാലിക്കാനും ശ്രദ്ധിക്കണം. ഒരു വിദ്യാർത്ഥിക്ക് നിരാശയോ അസ്വസ്ഥതയോ തോന്നിയാൽ ശാരീരിക പ്രവർത്തികളിലൂടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനു പകരം ഒരു അധ്യാപകനോടോ കൌൺസിലറോടോ സംസാരിക്കണമെന്ന് കുട്ടി അറിഞ്ഞിരിക്കണം. അടിയന്തര നടപടിക്രമങ്ങൾ അറിയുകയും പിന്തുടരുകയും ചെയ്യുക എന്നതാണ് അടുത്തത്. തീപിടുത്തം, ഭൂകമ്പം, ലോക്ഡൌൺ സാഹചര്യങ്ങൾ എന്നിവ നേരിടാൻ എല്ലാ സ്കൂളുകളിലും സുരക്ഷാ പരിശീലന പരിപാടികളുണ്ട്. ഈ അടിയന്തര ഘട്ടങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. സുരക്ഷയ്ക്കായി അധ്യാപകരും ജീവനക്കാരും ഇടവേളകളിൽ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും കുട്ടികൾ കളിക്കളത്തിൽ ഉത്തരവാദിത്വവും ജാഗ്രതയും പുലർത്തേണ്ടതാണ്. ശാരീരികമായോ വാക്കാലുള്ളതോ ഓൺലൈനായോ ഉള്ള ഭീഷണിപ്പെടുത്തൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമല്ലാതാക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ്. ഒരു കുട്ടിക്ക് ഭീഷണി തോന്നുന്നുവെങ്കിൽ അവൻ ഉടൻ തന്നെ ഒരു അധ്യാപകനെയോ സ്കൂൾ കൌൺസിലറെയോ വിശ്വസ്തനായ മുതിർന്നയാളെയോ അറിയിക്കണം. സ്കൂൾ ക്യാമ്പസിലെ അപരിചിതരെക്കുറിച്ച് എപ്പോഴും ജാഗ്രത പാലിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ പലപ്പോഴും തങ്ങളുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. സ്കൂൾ പരിസരത്ത് അപരിചിതരായ വ്യക്തികളെ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യണം. വിദ്യാലയങ്ങളിൽ ശുചിത്വം പാലിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾ സ്വയം ആരോഗ്യത്തോടെ ഇരിക്കുക മാത്രമല്ല, വൃത്തിയുള്ളതും സുരക്ഷിതവുമായ സ്കൂൾ അന്തരീക്ഷം സംഭാവന നൽകുകയും ചെയ്യുന്നു. സ്കൂൾ സുരക്ഷ എന്നത് അധ്യാപകരുടെയും ജീവനക്കാരുടെയും മാത്രം ഉത്തരവാദിത്തമല്ല, അത് വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, അധ്യാപകർ എന്നിവരുടെ സംയുക്ത ശ്രമമാണ്. ഇന്ന് പല സ്കൂളുകളും അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്നവയാണ്. അക്കാദമിക കഴിവുകൾ മാത്രമല്ല, സുരക്ഷാ അവബോധം, ഉത്തരവാദിത്വം, നല്ല തീരുമാനമെടുക്കൽ തുടങ്ങിയ ജീവിത നൈപുണ്യങ്ങളും വികസിപ്പിക്കുന്നതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സ്വതന്ത്ര ചിന്തകരും ഉത്തരവാദിത്തമുള്ള വ്യക്തികളുമായി മാറാൻ ഈ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾ സുരക്ഷയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും അത് ദിവസവും പരിശീലിക്കുകയും ചെയ്യുമ്പോൾ കുട്ടികൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരും സ്വതന്ത്രരും ആത്മവിശ്വാസമുള്ളവരുമായി മാറുന്നു. എല്ലാത്തിലുമുപരി എല്ലാ സുരക്ഷിത വിദ്യാലയങ്ങളും സന്തോഷകരമായ വിദ്യാലയങ്ങളായി മാറുന്നു. സ്കൂളുകളുടെ സുരക്ഷയുടെ കരുതൽ എന്ന വണ്ണം നിരീക്ഷണ ക്യാമറകൾ ക്ലാസ് മുറികൾക്കും ശുചിമുറികൾക്കും പുറത്ത് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. കുട്ടികൾ വീട്ടിൽ നിന്ന് വിദ്യാലയത്തിലേക്ക് പുറപ്പെട്ട് തിരികെ വീട്ടിലെത്തുന്നത് വരെയുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നതാണ് വിദ്യാലയ സുരക്ഷയ്ക്ക് കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷൻ നൽകുന്ന നിർവചനം. മാന്യതയോടെ ജീവിക്കാനും സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ വിദ്യ അഭ്യസിക്കാനുമുള്ള മൌലിക അവകാശം നമ്മുടെ ഭരണഘടന കുട്ടികൾക്ക് ഉറപ്പുവരുത്തുന്നു. നമ്മുടെ രാജ്യത്ത് ഒരുപാട് വിദ്യാലയങ്ങൾ ഉൾനാടൻ പ്രദേശങ്ങളിലാണ്. അത്തരം പ്രദേശങ്ങളിൽ അടിയന്തര സഹായം എത്തിക്കാനുള്ള അന്തരീക്ഷം പലപ്പോഴും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ ദേശീയ കമ്മീഷനുകൾ നിഷ്കർഷിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ വിദ്യാലയ അധികൃതർ ഉറപ്പാക്കേണ്ടതാണ്. തമിഴ്നാട്ടിലെ കുംഭകോണത്തെ ശ്രീകൃഷ്ണ സ്കൂളിൽ 2004 ജൂലൈ 16 ഒരു തീപിടുത്തത്തെ തുടർന്ന് സുപ്രീം കോടതി വിദ്യാലയ സുരക്ഷയെക്കുറിച്ച് കർശന മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രസ്തുത സ്കൂളിലെ ഓലമേഞ്ഞ പ്രൈമറി വിഭാഗത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 94 കുട്ടികളാണ് മരിച്ചത്. കെട്ടിട നിർമ്മാണത്തിലെ ദേശീയ ചട്ടങ്ങൾ വിദ്യാലയ മന്ദിരങ്ങൾ നിർമ്മിക്കുന്നതിൽ ഉറപ്പാക്കണമെന്ന് പരമോന്നത നീതിപീഠം സർക്കാരുകൾക്ക് കർശന നിർദ്ദേശം നൽകി. അതുപോലെയായിരുന്നു ഹരിയാനയിലെ ദബ്വാലിയിലെ DAV വിദ്യാലയത്തിൽ ഉണ്ടായ തീപിടുത്തം. വാർഷിക മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യാനായി നിർമ്മിച്ച താൽക്കാലിക പന്തലിന് വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടായ തീപിടുത്തത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഈ സംഭവങ്ങൾ വിദ്യാലയ സുരക്ഷിതത്വത്തിൽ ഇടപെടുന്നതിന് സുപ്രീം കോടതിയെ പ്രേരിപ്പിച്ചു. എല്ലാ പൊതു സ്വകാര്യ വിദ്യാലയങ്ങളിലും അഗ്നിശമന പ്രതിരോധ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നത് ഉറപ്പാക്കണമെന്ന് സുപ്രീം കോടതി കർശനമായി നിർദ്ദേശിച്ചു. അതുപോലെ പെട്ടെന്ന് തീപിടിക്കുന്നതും അപകടമുണ്ടായേക്കാവുന്നതുമായ വസ്തുക്കൾ വിദ്യാലയങ്ങളിൽ പാടില്ല. പ്രധാന കെട്ടിടത്തിന്റെയും അനുബന്ധ മന്ദിരങ്ങളുടെയും ഉറപ്പ് കൃത്യമായ ഇടവേളകളിൽ ഗവൺമെന്റ് അധികൃതർ പരിശോധനാ വിധേയമാക്കേണ്ടതുണ്ട്. അഗ്നിശമന ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും പ്രാഥമിക ചികിത്സ നൽകുന്നതിനും വിദ്യാലയത്തിലെ എല്ലാ ജീവനക്കാർക്കും പരിശീലനം നൽകണം. ഈ അടുത്ത കാലത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ തേവലക്കര ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ടായ അപകടം അശ്രദ്ധയിൽ നിന്നുണ്ടായ ഒന്നാണ്. ഇത് തീർച്ചയായും നമ്മുടെയെല്ലാം കണ്ണു തുറപ്പിക്കുന്നതാണ്. ഇനി അത്തരം അപകടങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ജാഗരൂകരാകാം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ആംഗലേയ ആപ്തവാക്യം നമുക്കിവിടെയും യാഥാർത്ഥ്യമാക്കാം. സ്കൂൾ സംസ്കാരത്തിന്റെ അന്തർലീനമായ ഭാഗമാണ് സുരക്ഷ. സുരക്ഷാവബോധം വ്യാപിപ്പിക്കുന്നതിനുള്ള ദീപശിഖകളായി ഓരോ കുട്ടിയും മാറി സുരക്ഷാ സംസ്കാരം വളർത്തിയെടുത്ത് ഉത്തരവാദിത്വമുള്ള ആഗോള പൌരന്മാരായി അവരോരോരുത്തരും വളരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.